സോ ഈ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഒമ്നികോർ പെൻഡന്റിൽ എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുക എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ നോക്കിയത് റോബോ സ്റ്റുഡിയോയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി, അതുപോലെ തന്നെ IRC5 കൺട്രോളറിൽ എങ്ങനെ ചെയ്യാൻ നോക്കി. ഈ വട്ടം നമ്മൾ നോക്കാൻ പോകുന്നത് ഒമ്നികോർ പെൻഡന്റിലാണ്. ഓക്കെ, ന്യൂ കൺട്രോളറിൽ പോയി ഞാൻ ആദ്യം റോബോട്ടിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ റോബോട്ട് വേരിയന്റ് 7.21 സെലക്ട് ചെയ്യാണ്. സോ 7 തുടങ്ങുന്നതാണ് നിങ്ങളുടെ ഒമ്നികോർ കൺട്രോളർ വരിക. ഓക്കെ, സോ എൻ്റെ ഇവിടെ റോബോട്ട് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കൺട്രോളറിലോട്ട് പോകുന്നു, പെൻഡന്റ് ഓപ്പൺ ചെയ്യുന്നു. സോ എൻ്റെ ഒമ്നിക്കോർ പെൻഡന്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഒമ്നിക്കോർ പെൻഡന്റ് ഉണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു ടച്ച് സ്ക്രീൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ ഈ ഒരു ബാറിൽ നമുക്ക് റോബോട്ടിന്റെ കൺട്രോളറിന്റെ കറണ്ട് സ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മൾ IRC5 കണ്ട പോലെ സ്വിച്ചസ് ഉണ്ടായിരിക്കും. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇടാം, ഓരോ സ്വിച്ചസിന്റെയും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് പാർട്ട് മാത്രമാണ് നോക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് ഓട്ടോ മോഡിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാനുവൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്യണം. സോ ഇത് സെലക്ട് ചെയ്യാം. ഈ ബാർ സെലക്ട് ചെയ്താൽ കൺട്രോളർ ടാബ്സ് വരും. സോ ഇവിടെ കൺട്രോളറിന്റെ ഓട്ടോ സ്റ്റേറ്റ് മാറി അത് മാനുവലിലോട്ട് സ്വിച്ച് ചെയ്യാം. ഓക്കെ, സോ എനിക്കിപ്പോൾ ഗാർഡ് സ്റ്റോപ്പ് എന്ന് വന്നു, അതുപോലെ അവിടെ മാനുവൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം സ്റ്റോപ്സ് ആയി. സോ നമ്മൾ IRC5 പോലെയല്ല, കുറച്ച് ടൈംസ് മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷേ സെയിം ലോജിക്കാണ് നമ്മൾ കറന്റ് യൂസ് ചെയ്യുക ഇതിലും. ഓക്കെ, സോ കോഡ് സെലക്ട് ചെയ്യുക. നമ്മൾ IRC5 പ്രോഗ്രാം എഡിറ്റർ ആയിരുന്നു. ഓക്കെ, സോ ഇവിടെ കോഡ് സെലക്ട് ചെയ്തു. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 1ഉം അതുപോലെ തന്നെ മെയിൻ റൊട്ടീനും സെയിം ആയിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇതിൽ തൽക്കാലം ഒരു പുതിയൊരു മൊഡ്യൂൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. സോ ഇവിടുത്തെ ഈ ഒരു മെനു ടാബിൽ പ്രസ് ചെയ്യുക. സോ ഇവിടെ ഒരു ന്യൂ മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ന്യൂ മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. മൊഡ്യൂളിന്റെ പേര് ഞാൻ മൊഡ്യൂൾ 2 എന്നാണ് കൊടുക്കുന്നത്. അത് പ്രോഗ്രാം മൊഡ്യൂൾ ആണ്. ഓക്കെ, അപ്ലൈ കൊടുക്കുക. സോ എൻ്റെ മൊഡ്യൂൾ ഇവിടെ ക്രിയേറ്റഡ് ആയി. ഇനി മൊഡ്യൂൾ 2 സെലക്ട് ചെയ്യാം. സോ എനിക്കിപ്പോൾ ഇവിടെ മൊഡ്യൂൾ 2 എന്നാണ് കാണുന്നത്. ഇനി എനിക്ക് എന്ത് വേണം, റൊട്ടീൻസ് ഇതിലോട്ട് ആഡ് ചെയ്യണം അല്ലേ. റൊട്ടീൻസ് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ റൊട്ടീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ചോദിക്കും. ഓക്കെ, ഞാനിപ്പോൾ പേര് കൊടുക്കാൻ പോവാണ്, പിക് റൊട്ടീൻ. ഓക്കെ, പേര് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പേര് ഒരിക്കലും ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കണ്ടോ, നെയിം കണ്ടെയ്ൻസ് ഇൻവാലിഡ് ക്യാരക്ടർ. അതുപോലെ തന്നെ ഇത്രയും അതുപോലെ ആസ്ട്രിക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നെയിം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആൽഫബറ്റ്സ് ഉപയോഗിക്കണം. പിക്ക് നിങ്ങൾക്കൊരു പിക്ക് ആദ്യം ആൽഫബറ്റ് ആയിരിക്കണം, അതിനുശേഷം നമ്പേഴ്സ് യൂസ് ചെയ്താൽ ഇഷ്യൂ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്പേസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിക്ക് അതിന്റെ പറയുമ്പോൾ സ്പേസിന് പറയുന്ന അണ്ടർസ്കോർ യൂസ് ചെയ്യുന്നു, അതിനുശേഷം റൊട്ടീൻ ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് എന്ത് റൊട്ടീൻ ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഞാൻ പ്രൊസീജിയർ റൊട്ടീൻ ആണ് ചെയ്യുന്നത്. അതുപോലെ ടാസ്ക് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഏത് മൊഡ്യൂളിലാണ് ഇത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിനു ശേഷം ഞാൻ അപ്ലൈ കൊടുക്കുന്നു. സോ എനിക്കിവിടെ പിക്ക് റൊട്ടീൻ ഇവിടെ ക്രിയേറ്റഡ് ആയി. ഇനി എനിക്ക് ഇതിൽ എന്ത് വേണം, എൻ്റെ പ്രോഗ്രാംസ് ആഡ് ചെയ്യണം അല്ലേ. സോ ഞാനിത് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ബാക്ക് പോകുന്നു, അതുപോലെ ആഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. സോ ഒരു ഒമ്നിക്കോർ പെൻഡന്റ് ആക്ച്വലി ഒരു ടച്ച് സ്ക്രീൻ ആണ് കംപ്ലീറ്റ്ലി വരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആഡ് ഇൻസ്ട്രക്ഷൻ പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, മൂജെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആഡ് കൊടുക്കുക. കണ്ടോ, മൂജെ ഇവിടെ ക്രിയേറ്റഡ് ആയി. സെലക്ട് ചെയ്യുന്നു, ഓപ്ഷണൽ ആർഗ്യുമെന്റ്സിൽ പോകുന്നു. സോ എനിക്ക് എൻ്റെ ഈ ആസ്ട്രിക് സിമ്പിൾ മാറി അതിനൊരു നെയിമിംഗ് കൊടുക്കണമെങ്കിൽ ആസ്ട്രിക് ആണെങ്കിൽ ആസ്ട്രിക് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ 2 പോയിന്റ് ഉണ്ടല്ലേ, ഈ മെനു ബാർ സെലക്ട് ചെയ്യുക. ഇവിടെ ന്യൂ റാപ്പിഡ് ഡാറ്റ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നെയിം സെലക്ട് ചെയ്യുക. ഓക്കെ, ഹോം പൊസിഷനിൽ ഞാൻ നെയിം ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, പ്രസ് ചെയ്യുന്നു. ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ടു അപ്ലൈ സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. സോ അത് ഹോം പൊസിഷൻ എന്ന് പറയുന്ന റോബോട്ട് ടാർഗറ്റ് ആയിട്ട് നെയിം ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് റോബോട്ട് ജോഗ് ചെയ്യാം. റോബോട്ട് ജോഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മോട്ടർ ഓൺ ചെയ്യുക. ആദ്യം മോട്ടർ ഓൺ ചെയ്തു, അതിനുശേഷം റോബോട്ടിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഒരു വെർച്വൽ ആയിട്ട് ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇതൊരു 3D വ്യൂ പെൻഡന്റിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. അതിനുശേഷം ഞാൻ എന്ത് വീണ്ടും ഒരു ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്യുന്നു, മൂവലിൽ ആഡ് ചെയ്യുന്നു. ഞാൻ ഇവിടെ നെയിം ചേഞ്ച് ചെയ്ത് പിക്ക് സേഫ് എന്ന് കൊടുക്കുന്നു.
ഓക്കെ ഓക്കെ ആഡ് ബിലോ. ഓക്കെ, കണ്ടോ എന്റെ രണ്ടാമത്തെ പോയിന്റും ഇവിടെ സെലക്ട് ആയി. സോ നമുക്ക് ചുമ്മാ റൺ ചെയ്ത് നോക്കാം അല്ലെ. റൺ ചെയ്ത് നോക്കണമെങ്കിൽ എനിക്ക് ആദ്യം എന്ത് വേണം, എന്റെ ഈ റൊട്ടീനിലോട്ട് എനിക്ക് എന്റെ പ്രോഗ്രാം പോയിന്ററിനെ കോൾ ചെയ്യണം അല്ലെ. അതിന് ഡീബഗിൽ പോവുക, ppt റൊട്ടീൻ കൊടുക്കുക, ഏത് റൊട്ടീൻ ആണെന്ന് വെച്ചാൽ റൊട്ടീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ എന്ത് സംഭവിച്ചു, പ്രോഗ്രാം പോയിന്റർ സക്സസ്ഫുള്ളി ബീൻ സെറ്റ്. കണ്ടോ പ്രോഗ്രാം പോയിന്റർ ഇവിടെ വിസിബിൾ ആയി. ഇനി എനിക്ക് ഇത് റൺ ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ ഞാനൊന്ന് നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. കണ്ടോ റോബോട്ട് ആ പ്രോഗ്രാമിൽ റൺ ആവും. ഓക്കെ, ക്ലിയർ ആയില്ലേ. ഇനി ഓട്ടോയിൽ ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മെയിൻ റൊട്ടീനാണ് എന്ത് ചെയ്യുക, ഇവിടെ റൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം, ഈ റൊട്ടീൻ നമ്മുടെ മെയിൻ റൊട്ടീനിലോട്ട് സെലക്ട് ചെയ്യണം. സോ ഞാൻ മൊഡ്യൂൾ 1 പോകുന്നു. ഓക്കെ, പ്രൊസീജിയർ മെയിൻ സെലക്ട് ചെയ്യുന്നു, ppt റൊട്ടീൻ പോകുന്നു, മെയിനിലോട്ട് പ്രോഗ്രാം പോയിന്ററിനെ കോൾ ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് എന്ത് വേണം, എന്റെ ആ റൊട്ടീൻ ഇങ്ങോട്ട് കോൾ ചെയ്യണ്ടേ. സോ അതിൽ ആഡ് ഇൻസ്ട്രക്ഷനിൽ പോകുന്നു, പ്രൊസീജിയർ കോൾ സെലക്ട് ചെയ്യുന്നു, ക്വിക്ക് റൊട്ടീൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുക്കുന്നു. ബിലോ സെലക്ട് ചെയ്യാം. സോ എന്റെ ഈ റൊട്ടീൻ ഇനി ഓട്ടോയിൽ ഇടുമ്പോൾ റൺ ആവും അല്ലെ. ഇനി ഓട്ടോയിൽ ഇട്ട് കാണിച്ചു തരാം. ഓട്ടോയിൽ ഇടുന്നു, സ്വിച്ച് ഓട്ടോ, മോട്ടോർ ഓൺ. ഇനി പ്ലേ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ എന്റെ മെയിൻ റൊട്ടീനിന്റെ ഉള്ളിൽ നിന്ന് പ്രൊസീജിയർ റൊട്ടീനിലോട്ട് വന്ന് അത് റൺ ആവും. ഓക്കെ, ക്ലിയർ ആയില്ലേ. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഒമിനിക്കോർ പെൻഡന്റിൽ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ ഇതിന്റെ മുമ്പത്തെ പാർട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ റാപ്പിഡ് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ റോബോ സ്റ്റുഡിയോയിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, IRC5 എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് പോയി കാണാം. ഓക്കെ, താങ്ക് യു.